ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ലോലിപോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ലോലിപോപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ലോലിപോപ്പിന് നമുക്ക് ചിക്കൻ്റെ ഷോൾഡറിൻ്റെ പോർഷനും കൂടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ലെഗ് പീസ് മാത്രമാണ്. അപ്പോൾ ഇനി ഈ ലെഗ് പീസിനെ നമുക്കൊരു ലോലിപോപ്പിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കണം. ഈ ചിക്കൻ ലോലിപോപ്പിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാനായിട്ട് ഈ ലെഗ് പീസിൻ്റെ ആ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ സ്കിന്നൊന്ന് മാറ്റി കൊടുക്കണം. ആ ബോണ് മാത്രമേ കാണാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്കിന്ന് നന്നായിട്ടൊന്ന് താഴോട്ടേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ആ കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ തന്നെ ആ സ്കിന്ന് താഴോട്ടേക്ക് പോന്നോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്കൊരു ലോലിപോപ്പിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അവസാനത്തെ ലെഗ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലഷൊക്കെ നമുക്ക് താഴോട്ടേക്ക് കൈവച്ചിട്ട് തന്നെ ഇറക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ ലെഗ് പീസെല്ലാം ലോലിപോപ്പിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുനാരങ്ങ ചേർത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അത് റെസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലോട്ടേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് നന്നായിട്ട് ചിക്കനിലോട്ട് കോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഞാനെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഇത് ഞാനിപ്പോൾ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ചിക്കൻ ലോലിപോപ്പ് ഇട്ട് കൊടുക്കുകയാണ്.
ഞാൻ എല്ലാ ചിക്കനും എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പുറം ഭാഗം മാത്രമേ കുക്കാവുള്ളൂ, ഉൾവശം കുക്കാവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്യാനുള്ള ഒരു സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ് കേട്ടോ ചെയ്തത്. ഇനി അതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂണോളം കാണും കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഷുഗർ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അതിലോട്ടേക്ക് ഞാൻ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും സോസും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ ലോലിപോപ്പ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. വളരെ കുറഞ്ഞ ടൈം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.